വായന കൊണ്ട് വിളയാം എന്നുള്ള ഈ ഒരു മനോഹരമായ ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് സെഷനാണ്, അല്ലെങ്കിൽ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ടാക്ക് സീരീസിൻ്റെ ഭാഗമാണ് ഈ ഒരു അന്തിചർച്ച എന്ന് പറയുന്ന ഈ ഒരു സെഷൻ. ഇത് അതിപ്രധാനമാണ്. കുട്ടികളുടെ മാനസികമായ ശാരീരികമായ എല്ലാവിധ ഭാഗങ്ങളെയും ടച്ച് ചെയ്യുന്ന അതുമായി ബന്ധപ്പെടുന്ന അറിവുകളാണ് പുസ്തകത്തിലുള്ളത്, അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളത് എന്നെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളത്, ഡിജിറ്റൽ ലോകത്തുള്ളത്, മറ്റു വായനയുടെ മേഖലയിൽ വായനയുടെ ലോകത്ത് മുഴുവനുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയാണ് ഇന്ന് നാം ഈ ഒരു സെഷന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എല്ലാവരെയും ഈ ഒരു അന്തിചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു വായനക്കാരൻ 1000 ജീവിതങ്ങളിലൂടെയാണ് മരണത്തിന് മുമ്പ് കടന്നു പോകുന്നത്. എന്നാൽ ഒരു വായിക്കാത്ത വ്യക്തി ഒരു ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഒരു വിഖ്യാതനായ എഴുത്തുകാരൻ ജോർജ് R.R. മാർട്ടിൻ എന്ന് പറയുന്ന അമേരിക്കക്കാരൻ പറയുന്നുണ്ട്. 1000 വഴികളിലൂടെ സഞ്ചരിച്ച് മരണത്തിലേക്ക് പോകുന്നതാണോ, ഒരു ജീവിതം മാത്രം ജീവിച്ച് മരണത്തിലേക്ക് പോകുന്നതാണോ ഏറ്റവും നല്ലത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ ചിന്തയിലേക്ക് നിങ്ങൾ പോവുക. ഇവിടെ ആ ഒരു മഹനീയമായ വചനത്തെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു അന്തിചർച്ച എന്ന് പറയുന്ന ഈ ഒരു സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. പുസ്തകങ്ങളുടെ വായനയുടെ ലോകത്തെ വലിയ ഒരു ബന്ധപ്പെടുത്തലുകളാണ് നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. വായനയുടെ ലോകം വിശാലമാണ്. അത് കാലാന്തരങ്ങൾ കൊണ്ട് മാറി മറിയുന്നതാണ്. ഓരോ സെക്കൻഡുകൾ കഴിയുന്തോറും വായനയുടെ തലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നലകളിൽ ഉണ്ടായിരുന്ന രീതികളല്ല വായനയ്ക്ക് വേണ്ടി ഇന്ന് നാം അവലംബിക്കുന്നത്. വായനയുടെ മേഖലയിൽ ധാരാളം പരിണാമങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എല്ലാ മേഖലകളെയും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതിനായി നമ്മുടെ കൂടെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷാസിൻ, മുസ്തഫ, ഇബ്രാഹിം ബാദുഷ, ഹസൻ ഷാമിൽ എന്നീ 4 വിദ്യാർത്ഥികളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി, വായന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തു ഗുണമാണ് ചെയ്യുന്നത്, അവന് എന്ത് ലഭിക്കുന്നു വായനയിലൂടെ എന്നതാണ് ഹസൻ ഷാമിലിനോട് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്. പുസ്തകങ്ങളുടെ വായനയിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്നത് എന്താണ്? പുസ്തകങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താ വെച്ചാൽ, അപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഒരു വായനക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കുന്നതാണ്. നമ്മൾ ഒരു അനുഭവത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടും. ഒരു പുസ്തകം വായിച്ചാൽ നമുക്ക് അതിലുള്ള ആ കാലഘട്ടവും ആ കാലഘട്ടത്തിൻ്റെ രീതികളും ഒക്കെ എല്ലാ സംഭവങ്ങളും നമുക്ക് ആ പുസ്തകത്തിൽ നിന്ന് കിട്ടും. പിന്നെ ഏത് പുസ്തകം എന്ന് പറഞ്ഞാലും ആ എഴുത്തുകാരൻ്റെ ഉള്ളിൽ നമുക്ക് അതിൽ കാണാൻ കഴിയും, ഏത് പുസ്തകം എടുത്താലും. അതുകൊണ്ട് തന്നെ ഒരാളുടെ ആശയങ്ങളും എല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു പുസ്തകം വായിച്ചാൽ മതി. ഒരു പുസ്തകം എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു പെർപ്പസിന് വേണ്ടി മാത്രമാണോ വായിക്കുന്നത്? അതല്ല, ഇൻഫർമേഷൻ എന്ന് പറയുന്ന വലിയ ഒരു അറിവിൻ്റെ ലോകത്തിന് വേണ്ടി വായിക്കുകയാണോ? ഏറ്റവും കൂടുതൽ ആളുകൾ അവലംബിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കണമെന്നുള്ളത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മൾ ഈ വലിയ വലിയ ആളുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും തുടങ്ങിയത് എൻ്റർടൈൻമെൻറ്റ് വന്നേക്കാരം, നോവലുകളിലൂടെ കേൾക്കാരം. പക്ഷെ അവരെത്തിപ്പെടുന്നത് പിന്നെ അങ്ങനത്തെ അല്ല, പഠന വിഷയങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ അവരെത്തിപ്പെടും. തുടക്കം എല്ലാതും നമുക്ക് ഇഷ്ടപ്പെട്ട് വായിക്കാറുണ്ടല്ലോ, അതുപോലെ ഇഷ്ടപ്പെട്ട് വായിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിലും
ആ ഇഷ്ടപ്പെട്ടത് വായിച്ചോ നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും ഭാവിയിൽ. ഓക്കെ, അപ്പോൾ വിനോദത്തിൽ നിന്ന് അറിവിലേക്കൊഴുകുന്ന ഒരു പാതയാണ് പുസ്തകത്തിൻ്റെ പാത എന്ന് പറയുന്നത്. അപ്പോൾ കാലാന്തരമായി ഈ ഒരു വായനയുടെ പുസ്തകങ്ങളുടെ ലോകത്ത് വളരെയധികം പരിണാമങ്ങൾ സംഭവിച്ചു. ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ ധാരാളമായി ലോകത്ത് വന്നതിൻ്റെ ഭാഗമായി ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു. എങ്ങനെയാണ് ഈ ഒരു മാറ്റങ്ങൾ പുസ്തകങ്ങളുടെ ആ ലോകത്തിൽ നിന്ന്, ആ ഒരു അറിവിൻ്റെ ലോകത്ത് നിന്ന് ടെക്നോളജിയിലേക്ക് മാറിയപ്പോൾ ബുക്കുകൾ വരാൻ തുടങ്ങി. ഈ ഒരു ബുക്കുകൾ എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ അറിവിന്, നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്നത്? മുസ്തഫ. അതെ, ഇപ്പോഴത്തെ കാലം എന്നുള്ളത് പഴയ ഒരു കാലത്തിൽ നിന്ന് പുസ്തകങ്ങൾ ഇരുന്ന് വായിക്കുക എന്നൊരു സിസ്റ്റത്തിൽ നിന്ന് മാറിക്കാണ്ട് ബുക്കുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യന് വായിക്കാനുള്ള ഒരു പ്രതിസന്ധി നേരിടുന്ന അവസ്ഥ എന്നുള്ളത് ഒന്ന്, ഒരു സമയം ഒരിക്കലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല. മറ്റൊരു പ്രശ്നമാണ് ഈ പുസ്തകം വാങ്ങാനുള്ള സാമ്പത്തിക ചെലവുകൾ. ഇതെല്ലാം നമ്മളൊരു ബുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊക്കെ നമുക്കൊരു വായനക്കാരന് അനുകൂലമായിട്ടാണ് ലഭിക്കുന്നത്. കാരണം വീടുകളിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാര് മുതൽ ചെറിയ കുട്ടികളും വലിയവരും എല്ലാവർക്കും നമുക്ക് ബുക്കുകൾ വഴി സമയം നഷ്ടപ്പെടാതെ നമ്മുടെ സ്ഥിരം ചെയ്യുന്ന ജോലികൾക്കിടയിലാണെങ്കിലും മറ്റും നമുക്ക് ബുക്കുകൾ വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പണം നൽകി ലൈബ്രറികളിൽ നിന്നും മറ്റു വായനശാലകളിൽ നിന്നുമെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് നാം വാങ്ങിയെടുക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ ബുക്കിലേക്ക് കടന്നു വരുമ്പോൾ പലതും സൗജന്യമായും ഇനി പണം നൽകേണ്ടതാണെങ്കിൽ തന്നെ മറ്റു പ്രിന്റഡ് ബുക്കുകളേക്കാൾ വളരെ ചെറിയ തുക മാത്രമാണ് ബുക്കുകൾക്ക് നാം നൽകേണ്ടത്. ഇതെല്ലാം ഒരു മനുഷ്യന്, പ്രത്യേകിച്ച് കാലം ഒരു ടെക്നോളജി ഫീൽഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും ബുക്കുകൾ മനുഷ്യനെ വായനയിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും വായിക്കുന്നവർക്ക് കൂടുതൽ ഫലപ്രദമായിട്ടും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ബുക്കുകളിലൂടെയുള്ള വായനയും റിയലായി നമ്മൾ പുസ്തകത്തിൽ നോക്കി വായിക്കുന്ന വായനയും ഒരുപോലെയാണോ ഒരു മനുഷ്യനിക്ക് എഫക്റ്റ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. ഇപ്പോൾ നമ്മൾ പുസ്തകത്തിലൂടെ വായിക്കാറുണ്ട്. ആ പുസ്തകം എന്ന് പറഞ്ഞാൽ വേറെ ആളെ ആശയം വായിക്കാൻ വരുമ്പോൾ ആ ഒരു ആത്മാവ് കിട്ടണം, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ സംഭവം കിട്ടണം. അതിനൊരിക്കലും നമുക്ക് ആശയവും ആത്മാവും റീഡിങ്ങിൽ നിന്ന് കിട്ടുന്നില്ല. റീഡിങ്ങിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഏകാഗ്രത കിട്ടൂല. ഒരു സാധനം വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ മുഴുകി വായിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ അത് മുഴുകി വായിക്കാൻ റീഡിങ്ങിൽ നിന്ന് സാധിക്കില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇപ്പോൾ എന്താ മുസ്തഫ പറഞ്ഞ പോലെ തന്നെ എന്താണ്, വീട്ടമ്മമാർ പറഞ്ഞു വീട്ടു പണിയെടുക്കുന്നിടയിൽ വായിച്ച അതുപോലുള്ള വായനകൾക്ക് എന്ത് പറ്റുള്ളൂ, റീഡിങ് പറ്റുള്ളൂ. അല്ലാതെ ഒരു പുസ്തകം വായന എന്നുള്ള പേർപ്പസിന് വേണ്ടി വായിക്കുമ്പോൾ എന്തായാലും ഒരു പുസ്തകം ആ ഫിസിക്കൽ ഫോമിലുള്ള പുസ്തകത്തിൽ വായിക്കുമ്പോഴേ ആ പേർപ്പസ് കിട്ടുള്ളൂ. ഒരിക്കലും അല്ല. കാരണം നമ്മൾ PDF ബുക്കുകൾ വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ ലൈബ്രറിയിൽ പോയി വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ PDF-ലേക്ക് നീങ്ങുമ്പോൾ ആ പുസ്തകങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്, അതാ വായിക്കുന്ന ആളുടെ അതിലേക്കുള്ള ഒരു ആകർഷണത്തിനനുസരിച്ചാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. വായിക്കുന്ന ആളുടെ മെന്റാലിറ്റി അനുസരിച്ചിട്ടാണ് ബുക്കിൽ നിന്നായാലും അവർക്ക് അതിനുള്ള ഒരു ഏകാഗ്രത, അതിൽ മുഴുകാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്? ഞാൻ അതേ പറഞ്ഞല്ലോ, ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ആ ഏകാഗ്രത കിട്ടുള്ളൂ. നമ്മൾ ബുക്ക് ഒരിക്കലും അത് കിട്ടൂല. അത് പഠനങ്ങൾ തന്നെ തെളിയിക്കണതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ടോക്കിയോ ഒരു 2018 54 തരം റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ 54 തരം ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, റിസർച്ച്. അതിൽ 1,71,000 ഏകദേശം അത്ര ആളുകളുടെ മേലാണ് വലിയ ടെസ്റ്റ് നടത്തിയത്. അതിൽ പഠനങ്ങൾ മുഴുവൻ തെളിയിക്കുന്നത് ഒരു ടൈം ലൈനിൻ്റെ ഉള്ളിൽ നമുക്കൊരു സാധനം തന്നു. ഇപ്പോൾ ഒരു റീഡിങ്ങും തന്നു, ഒരു പ്രിന്റഡ് ഒരു ഫിസിക്കൽ ഫോമും തന്നു. അതൊന്ന് ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ കിട്ടുന്ന ഫുള്ളാർക്കാണ് ഫിസിക്കൽ ഫോമിൽ വായിച്ച ആളുകൾക്കാണ്. ഫിസിക്കൽ റീഡിങ് കിട്ടുകൾക്ക് അതുപോലെ നമ്മളെ ലോങ് ടൈം മെമ്മറൈസിങ്ങിനൊന്നും ഒരിക്കലും ഇത് ചേരൂല, റീഡിങ് ചേരൂല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ
ഫിസിക്കലായിട്ടുള്ള പുസ്തകങ്ങൾക്ക് തരാൻ കഴിയുന്ന എഫക്റ്റീവ്നെസ് ഒരിക്കലും ഡിജിറ്റലായിട്ടുള്ള ഫോമിലുള്ള പുസ്തകങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു അഭിപ്രായത്തിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. ഇതിനെ ഇനി ഓൺലൈനായിട്ടുള്ള വായനയാണ് കൂടുതൽ എഫക്റ്റീവ്നെസ്, അല്ലെങ്കിൽ ഒരുപോലെയാണ്, രണ്ടും സമമാണ് എന്നുള്ളത് സാധൂകരിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? അദ്ദേഹത്തിന്റെ വാദത്തെ ഞാൻ പരിപൂർണമായും തള്ളുന്നു. കാരണം നാം ഈ ബുക്കുകൾ വായിക്കുന്നതിലൂടെ നമ്മുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ച്, മാത്രവുമല്ല നാം സാധാരണ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി ചെറിയൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ പോലും ഓർക്ക് ആ ഒരു അതിലെ ആ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ബുക്കിലേക്കും മറ്റു ഈ സംവിധാനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് പുസ്തകങ്ങൾ PDF-ന്റെ പുറമെ നമ്മളത് വീഡിയോ രീതിയിലേക്കും അതുപോലത്തെ വലിയ വലിയ സിസ്റ്റത്തിലേക്കൊക്കെ നീക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ അവർക്കൊക്കെ മെന്റാലിറ്റിയിലേക്ക് അനുസരിച്ചുള്ള പുസ്തകങ്ങൾ ഈ ബുക്കുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. സാധാരണ ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ അവന്റെ മെന്റാലിറ്റിക്ക് അനുസരിച്ച് ഒരു മനുഷ്യന് എത്രത്തോളം അതിനോട് ഒരു എത്രത്തോളം ഒരു പുസ്തകം വായിക്കുന്നത് എന്ന് ഉപകാരം കിട്ടുന്നോ അതുപോലെ തന്നെ ഈ ബുക്ക് വായിക്കുന്നതിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരു ചെറിയ കുട്ടിയാണെങ്കിലും മുതിർന്ന വ്യക്തിയാണെങ്കിലും മനോഭാവമാണ് ഒരു മനുഷ്യനെ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു എഴുത്തിൽ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് എത്രത്തോളം ആ ഒരു വായനയിൽ മുഴുകാൻ സാധിക്കും അത്രത്തോളം അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ്. ഇനി പ്രത്യേകമായിട്ട് ചോദിക്കാനുള്ളത്, ഓഡിയോ ബുക്കുകളുടെ കാലമാണ്. ഈ റീഡിങ്ങുകൾ കഴിഞ്ഞു. ഈ റീഡിങ്ങുകളുടെ ഒരു യുഗത്തിൽ നിന്ന് അത് വീണ്ടും പരിണമിച്ച് ഓഡിയോ ബുക്കുകളാകാൻ തുടങ്ങി. ഈ ഒരു ഓഡിയോ ബുക്കുകൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഓരോ വ്യക്തികൾക്കിടയിലും അതെങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? ഇന്ന് ഈ കാണുന്ന ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും അധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഓഡിയോ ബുക്ക് എന്നുള്ളത്. നമുക്കറിയാം, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ നടത്തിയ ഒരു റിസർച്ച് പറയുന്നുണ്ട്, 70% ആളുകൾ അഥവാ മൾട്ടി ടാസ്കിങ് അഥവാ ഓരോ ജോലി ചെയ്യുന്നതിന് പുറമെ ഒപ്പം ഈ ഓഡിയോ ബുക്കുകളും യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓഡിയോ ബുക്സ് എന്നുള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിട്ട് ഈ ഡിജിറ്റൽ ലോകത്ത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള 70% ആളുകൾ ഇന്ന് ലോകത്ത് ഓഡിയോ ബുക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആളുകൾ വഴി ഇൻഫോർമേഷൻ ലേണിംഗ് ടെക്നിക്ക് എന്ന ആ ഒരു സംഭവം ഓഡിയോ ബുക്സിലൂടെ വളരെ എളുപ്പമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ പറയാം. സ്റ്റോറി ടെല്ലിംഗ് ആപ്പുകൾ, കുക്ക് FM പോലെ, അതുപോലെ തന്നെ ആമസോൺ ഓഡിബിൾ പോലെ ധാരാളം സ്റ്റോറി ടെല്ലിംഗ് ആപ്പുകളുണ്ട്. അതിലൂടെ തന്നെ ഓഡിയോ ബുക്സ് അഥവാ പിക്ചറിങ് ഇമാജിനേഷൻ മുഖേന ധാരാളം അറിവുകൾ നമുക്ക് ഒരു പുസ്തകം വായിക്കുന്നതിന് പുറമെ അതിന് ഉപരി നമുക്ക് പെട്ടെന്ന് ലേണിംഗ് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും സഹായിക്കുന്ന ഒരു രീതിയായി ഓഡിയോ ബുക്ക് ഇന്ന് ഈ ഡിജിറ്റൽ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ ഇൻഫർമേഷൻ ലഭിക്കും എന്നതിൽ സംശയമില്ല. പക്ഷെ ഇതിന്റെ എഫക്റ്റീവ്നെസ്സിന്റെ തലങ്ങൾ ഒരു ഓഡിയോ ബുക്ക് കേൾക്കുന്നതിലൂടെ ഓഡിയോ ആയി ശബ്ദങ്ങളായി കേൾക്കുന്നതിലൂടെ എത്രത്തോളം അത് നമ്മളെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഭാവനകളെ എത്രത്തോളം അത് സ്വാധീനിക്കും? ഓഡിയോ ബുക്ക് ഒരു ഓഡിയോ കേൾക്കുമ്പോൾ, ഒരു പുസ്തകത്തിന്, ഒരു നോവൽ, ഒരു കഥ, ഏതൊന്നിൻ്റെയും ഒരു ഓഡിയോ കേൾക്കുമ്പോൾ ആ നെറേറ്റർ ആ എഴുത്തുകളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ഫീലിങ്സ്, അദ്ദേഹം പറയുന്ന ആ ഫീലിങ്സിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. എഫക്റ്റീവ്നെസ് ചോദിച്ചപ്പോൾ, ഒരു ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് ആ നെറേറ്റർ പറയുന്ന രീതിയിലേക്ക് ഓരോ ഭാവനകൾക്കനുസരിച്ച് നെറേറ്ററും ഓഡിയോ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്ക് ആ ഫീലിങ്സിലേക്ക് നമ്മളും എത്തിച്ചേരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നതും ഓഡിയോ ബുക്ക് കേൾക്കുന്നതും ഒരുപോലെയാണ് അതിൽ. ഓക്കെ, അപ്പോ ഇതിനോട് അസൻ ജാമൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ തന്നെ അതാ നരേറ്ററുടെ ആശയങ്ങളെ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശയമല്ല ആ നരേറ്റർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കിട്ടുക. അദ്ദേഹം പറഞ്ഞ തന്നെ ആ നരേറ്ററിന്റെ ആശയം നമുക്ക് പുസ്തകത്തിൽ നിന്നും ഓഡിയോ പറയുന്ന നരേറ്ററിൽ നിന്നും അത് വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണോ? അങ്ങനെയാണ്. നമ്മളൊരു പുസ്തകം വായിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ തനതായ ആശയം നമ്മളുടെ രീതിയിൽ നമുക്ക് കിട്ടും. പക്ഷെ ഒരു നരേറ്റർ പറഞ്ഞു തരുമ്പോൾ അത് ആ നരേറ്ററുടെ ആശയങ്ങൾ
കലർത്തിയ ഒരു ഭാഗം നമുക്ക് കിട്ടുള്ളൂ. ഒരിക്കലുമല്ല ഒരു ഓഡിയോ ബുക്ക് പറഞ്ഞാൽ സമർത്ഥിക്കുമ്പോൾ ആ ആശയം തന്നെയാണ് കൈമാറുന്നത്. ഒരിക്കലുമല്ല ആശയം മാറുന്നില്ല, ഭാവങ്ങൾ മാറുന്നില്ല. ആ ഭാവം, ആ ഫീലിങ്സ്, ആ ലേണിംഗ്, ആ ഇൻഫർമേഷൻ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവൂല. ലഭിക്കുന്നുണ്ട്. അങ്ങനല്ല, അതൊരിക്കലും ഉണ്ടാവൂല. അല്ല, ഇതിന്റെ ഒരു മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ആ നരേറ്റ് പ്രധാനമായും എഴുതിയവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഉദ്ദേശം ഈ നരേറ്റർക്ക് അതിൽ നിന്ന് കൈമാറാൻ സാധിക്കില്ല എന്നുള്ളതാണോ? അതിന് എഴുതിയവന്റെ ഉദ്ദേശം ഇവിടെ ചർച്ചയല്ല. ഇപ്പോ ഉദാഹരണത്തിന് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരാൾ എഴുതിയത് ഒരു ജാതി ഒരു മതം, ഒരു വ്യക്തി എഴുതിയതാണ് ഒരു ജാതി ഒരു മതം. ഒരു നരേറ്റർ അതിനെ വായിക്കുന്നു ഒരു ജാതി ഒരു മതം. ഇങ്ങനെ വായിച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അവിടെ റൈറ്ററുടെ ഉദ്ദേശം എന്താണ്? ഒരു ജാതി ഒരു മതം, ഒരു വ്യക്തി, ഒരു സമൂഹം എന്താണ്? ഒരു ജാതിയാണ് ഒരു മതമാണ്, അതാണ് ഉദ്ദേശം. ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു നരേറ്റർ വായിക്കുന്നു ഒരു ജാതി ഒരു മതം. അങ്ങനെ അതിനെ നരേറ്റ് ചെയ്യുകയാണെങ്കിൽ സാധ്യതയുണ്ടല്ലോ ഷാസിൻ. ഈ പറഞ്ഞ മിസ്റ്റേക്ക് വായിക്കുമ്പോഴും സംഭവിച്ചുകൂടെ? ഇല്ല, അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയെന്ന് വെക്കുക, അത് തിരുത്താൻ നമുക്ക് പിന്നെ അവസരമുണ്ട്. പക്ഷേ FM ബുക്കൊക്കെ പറഞ്ഞല്ലോ, അത് നമ്മൾ കേൾക്കുക. ഓഡിയോ ബുക്ക്, FM ബുക്ക് പോലുള്ളതിൽ എന്താണ് മിസ്റ്റേക്സ് അഥവാ പ്രോബ്ലംസ് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ ചെയ്യാലോ. ഇപ്പോഴത്തെ കാലത്ത് ഡിജിറ്റൽ ലോകമാണ്, അത്രത്തോളം വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്തൊരു തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിലും നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ അവസരം ഇന്നത്തെ കാലത്തുണ്ട്. അത് മനസ്സിലാക്കാം. തെറ്റ് സംഭവിക്കാം, ഓക്കെ, വായിക്കുമ്പോൾ സംഭവിക്കാം, അഥവാ ഇങ്ങനെ വരാം. പക്ഷേ തെറ്റ് തിരുത്താനുള്ള ഓപ്ഷൻസുകൾ ഇന്ന് ലഭ്യമാണ്. ഞാൻ അതല്ല പറയണേ, മെയിൽ അയക്കാനുള്ള സൗകര്യമല്ല ഞാൻ പറയണേ. ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നത് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള സാധ്യതകൾ സോഷ്യൽ മീഡിയ കൂടുതലുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഒരു തെറ്റ് സംഭവിച്ചാൽ അപ്പൊ തന്നെ അത് തിരുത്തുവാനുള്ള അവസരങ്ങള് ഇവർക്ക് ലഭിക്കുന്നു. ഇത് എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് മാതിരിയാണ്. ഇതൊന്ന് വാങ്ങി ഒന്ന് ഫ്രീ അറിയാലോ, അതേപോലെയാണ് ഈ സംഭവം നടക്കണത്. ഇത് നമ്മൾ അറിയാതെയാണ് ഈ തെറ്റുകൾ നമ്മളുള്ളിൽ കടന്നു വിട്ടണത്. അവിടെയാണ്. അപ്പൊ നമ്മൾ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാലല്ലേ നമ്മൾ മെയിൽ അയക്കുക. തെറ്റ് പറ്റിയെന്ന് അറിയാതെ അപ്പോ ഓഡിയോ ബുക്കുകള് ധാരാളം തെറ്റുകൾ, മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തെളിവുണ്ടോ? ഓഡിയോ ബുക്സ് വഴി എത്രത്തോളം തെറ്റ് സംഭവിക്കുന്നുണ്ട് തെളിയിക്കാൻ പറ്റുന്ന വലുതുമുണ്ടോ? ഈ ഡിജിറ്റൽ ലോകത്ത് ഇത്ര രീതിയിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? തെറ്റുകൾ സംഭവിക്കുന്നത് ഇപ്പോ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒക്കെ ധാരാളം ആളുകൾ ഈ ഓഡിയോ ബുക്സിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ഒരു പുസ്തകത്തിന്റെ മേഖലയിൽ വായനയുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. ഓഡിയോ ബുക്ക് മാത്രം അവർ കേൾക്കുന്നു. റഷ്യയിലെ ആളുകൾ, റഷ്യ അതുപോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ ആളുകൾ ഡെയിലി ഇത് അവർ വർക്ക് ചെയ്യുമ്പോഴും ഈ ഓഡിയോ ബുക്ക് കേട്ടുകൊണ്ട് ഇവരിങ്ങനെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഇവർ ഈ ഓഡിയോ ബുക്കിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ ഒരു തെറ്റ് എന്ന് പറയുന്നത് സംഭവിക്കാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും ഇത് ഒരു സാധാരണ ഒരു ബുക്ക് വായിക്കുന്ന അത്ര എഫക്റ്റീവ് ആകുമോ? എഴുത്ത് എന്നൊരു സംഭവം വരുന്നതിന് മുമ്പ് നമുക്കറിയാം, പണ്ട് പുരാതന കാലം മുതലേ ആശയങ്ങളും പുരാണങ്ങളും ചരിത്രങ്ങളും കൈമാറുന്നത് ഓറൽ ട്രഡീഷൻ എന്ന മാർഗം വഴിയാണ്. ഓഡിയോ അഥവാ ഓഡിയോ കേൾവി മുഖേനയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകാം, അന്നത്തെ കാലം എഴുത്തിന് മുമ്പ് തന്നെ ഓറൽ ട്രഡീഷൻ എന്ന മാർഗം അത്രത്തോളം സ്വീകാര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ ലോകത്ത് ഓഡിയോ ബുക്സ് എന്ന് പറയുന്നത് അത്രത്തോളം എഫക്റ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, റിസർച്ചുകൾ പറഞ്ഞു, കാലിഫോർണിയയുടെ റിസർച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പുസ്തകം വായിക്കുമ്പോഴും അതുപോലെ തന്നെ ഓഡിയോ ബുക്ക് കേൾക്കുമ്പോൾ ലഭിക്കുന്ന അറിവ്, നമ്മുടെ ബ്രെയിനിലുള്ള കോഗ്നിറ്റീവായ നമ്മുടെ ഫോഴ്സസ് വഴി നമുക്ക് ലഭിക്കുന്ന അറിവ് ഒന്നാണ്. അതിൽ നമുക്ക് ചേഞ്ച് ലഭിക്കുന്നില്ല. വായിക്കുമ്പോൾ കിട്ടുന്ന അറിവ് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഓഡിയോ കേൾക്കുമ്പോൾ ലഭിക്കുന്നത്. അതിലൊരു മാറ്റവുമില്ല, എഫക്റ്റീവ്നെസ്സിനോ വ്യത്യാസവും വരുന്നില്ല. നമുക്ക് നെറേറ്റർ പറയുന്ന രീതിയിൽ ഭാവനകളും ഫീലിങ്സ് ഒന്നും കൂടി പിക്ചറൈസ് ആയ, ഇമേജിനൈസ്ഡ് ആയ ഇമേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ലഭിക്കാനുള്ള രീതിയിലേക്ക് ഇന്ന് ഈ ഡിജിറ്റൽ ലോകത്ത് ഓഡിയോ ബുക്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു മുന്നേ ഉണ്ടായിരുന്ന എന്താണ്, ഇങ്ങനെ വാമൊഴി മാത്രമാണെന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് എഴുത്തുണ്ടായത്?
പിന്നെ എന്തുകൊണ്ടാണ് എഴുത്തിന്റെ എഴുത്തുണ്ടായത്? ആവശ്യകത- ഈ വാമൊയിൽ തെറ്റുണ്ടായത് കൊണ്ടാണ്. ആ തെറ്റുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഴുത്തുകാരൻ എന്താകണത് കറക്റ്റ് ആയാണ്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഖുർആൻ ക്രോഡീകരിച്ചത്? അത് കറക്റ്റായ ഇങ്ങനെ വന്നാൽ കിട്ടൂല എന്ന് അറിയണോണ്ടാണ് കറക്റ്റായ ക്രോഡീകരിച്ച് വെച്ചത്. ഹദീസുകൾ, ഖുർആന് ഒക്കെ ആ ഒരു ഇതിലാണ് വരുന്നത്. തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഒരാളോട് നമ്മളൊരു കാര്യം പറഞ്ഞു എന്ന് വെച്ചാൽ അത് പിന്നെ ഒരു 10 ആളെ അടുത്തേക്ക് എത്തുമ്പോൾ അത് വേറെ രീതിയിലാണ്. പക്ഷെ അതുപോലെ അല്ലല്ലോ ഓഡിയോ ബുക്ക് എന്നുള്ള ഒരു ന്യായം അവിടെ ഉണ്ട്. അതുപോലെ അല്ലല്ലോ ഇപ്പോ ഓഡിയോ ബുക്ക് കൃത്യമായി പുസ്തകത്തിൽ നിന്നും നരേറ്റർ കേട്ട് അതുപോലെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു സാധനമാണല്ലോ. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് നരേറ്ററുടെ ശൈലിയിലാണ് എന്നുള്ളത്. അത് നരേറ്ററുടെ ശൈലി നമ്മൾ വായിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി നമുക്ക് ആ ഫീലിങ്സിലേക്കും ആ ഇതിലേക്കും എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ബുക്ക് വായിക്കുന്നതിനേറെ പുറമെ നമുക്കൊരു ഓഡിയോ കേൾക്കുമ്പോൾ ആ ഒരു ഇതിലേക്ക് നമുക്ക് ഒരു പുസ്തകം വായിക്കുന്നതിനേറെ ഉപരി എന്താണ് നമുക്ക് എന്താണ് ഫീലിങ്സും ഒരു എഫക്റ്റീവ്നെസ്സും ലഭിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളത് ഒരിക്കലും എൻഗേജ് ആവണില്ല. ആ ഒരു പുസ്തകത്തിൽ എൻഗേജ് ആവണ മാതിരി നമ്മൾ ഓഡിയോ ബുക്കിൽ എൻഗേജ് ആവുന്നുണ്ട് എന്നാണ് പറയണത്. ഇല്ല. ആര് പറഞ്ഞു? പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഇപ്പോ ഉദാഹരണത്തിന് ഒരു സാധനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം നമ്മൾ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വേറെ ചിന്തകളിലേക്ക് സിമ്പിളായി പോകാം. മറിച്ച് നമ്മളൊരു പുസ്തകം എടുത്ത് വായിക്കുന്നു, അപ്പൊ നമ്മൾ ആ പുസ്തകത്തിന്റെ വരികളിലൂടെ ചിന്തിക്കാനല്ലേ കൂടുതൽ സാധ്യത. അതുപോലെ ചിന്ത വേറൊരു തലത്തിലേക്ക് നീങ്ങാം. മനുഷ്യനാണ് ചിന്ത എന്ന് പറയുന്നത് ഏത് ഇപ്പോൾ ഈ ഡിജിറ്റൽ തലാകട്ടെ നോർമൽ തലാകട്ടെ ഏത് തലത്തിലും എന്താണ് നീങ്ങാം. ചിന്ത മനുഷ്യന്റെ ചിന്തയിൽ ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഫോക്കസ് അഥവാ മനുഷ്യന്റെ ഫോക്കസിനാണ് ശ്രദ്ധ. ഓഡിയോ ബുക്കിലൂടെ ഫോക്കസ് ലഭിക്കുന്നില്ല എന്ന് പറയാൻ പറ്റൂല. ഫോക്കസ് ലഭിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്നവർക്ക് ഓഡിയോ ബുക്കും ഒരു ടൂള് തന്നെയാണ്. അറിവ് കരസ്ഥമാക്കാനും എഫക്റ്റീവ്നെസ്സും ഒക്കെ അതിലും ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ യൂറോപ്പിലൊക്കെ എല്ലാവരും ഈ ഓഡിയോ ബുക്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അവരെന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യണത്? ടൈം ലാഭിക്കാം. എന്തുകൊണ്ട്, എങ്ങനെയാണ് ആ ടൈം ലാഭാവണത്? വേറൊരു സാധനത്തിന്റെ കൂടെ അത് ചെയ്യുമ്പോ അപ്പൊ അങ്ങനെ ഫോക്കസ് ചെയ്യണവരുണ്ടോ? അപ്പൊ ഫോക്കസിങ് കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ഈ ഒരു ചർച്ചയിലൂടെ ലഭിച്ചു. ഇനി അടുത്തതായി ഹ്യൂമൻ ലൈബ്രറികൾ ഇന്നലെ നമ്മുടെ പരിപാടിയിലേക്ക്, ക്യാമ്പയിന്റെ ഭാഗമായി വന്ന പരിപാടിയിലേക്ക് ഒരു ഗസ്റ്റ് ഹ്യൂമൻ ലൈബ്രറിയെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഈ ഹ്യൂമൻ ലൈബ്രറികളും ഒരു യഥാർത്ഥ പുസ്തകം എടുത്ത് വായിക്കുന്നതും ഒരുപോലെയാണോ? അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധൂകരിക്കാൻ സാധിക്കും? ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് വായിച്ചൊരു പുസ്തകമാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്നുള്ളത്. അതിൽ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ ബുക്കാണത്. അതിൽ അദ്ദേഹം മാപ്പിള കലഹത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന സംഭവം വായിച്ച ഒരാൾക്ക് തോന്നുന്ന മാപ്പിള കലഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മലബാർ ലഹള എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിമീങ്ങൾ മതത്തിൻ്റെ മേലുണ്ടാക്കിയ ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെയാണത് എന്താകുക തോന്നുക. അപ്പോൾ അതേ ആശയക്കാരം ഇപ്പം നമ്മൾ വേറെ കോലത്തിൽ വായിക്കുമ്പോഴേ തിരിയുള്ളൂ. ഇപ്പോൾ അതൊരു ഓഡിയോ ബുക്ക്, ആ ഓഡിയോ ബുക്ക് അല്ലെ ഇപ്പോൾ ഹ്യൂമൻ ലൈബ്രറി എന്ന് പറഞ്ഞു. അപ്പോൾ അയാളത് അയാളെ ആശയത്തിലാണ് പറയാം. നമ്മളത് നമ്മളെ ആശയത്തിൽ വായിച്ചുമ്പോൾ നമുക്ക് തിരിയണം. അപ്പോഴേ അതിനോട് കാര്യമുള്ളൂ. അല്ലാതെ അയാൾ ഈ ഉപകാരമുണ്ട്, ഹ്യൂമൻ ലൈബ്രറികളെ കൊണ്ടൊക്കെ ഉപകാരമുണ്ട്. പക്ഷേ ഓഡിയോ ബുക്കുകളുണ്ടും ഉപകാരങ്ങളുണ്ട്. പക്ഷെ പുസ്തകത്തിന്റെ വരുന്നില്ല എന്നുള്ളതാണ്. കിട്ടൂല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ലൈബ്രറിയും. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ചർച്ചയിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ വളരെ വിപ്ലവമായിട്ടുള്ള ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ക്രിയേറ്റീവ് റൈറ്റിങ്ങിലൂടെ അഡ്വർടൈസ്മെന്റ് ചെയ്യുക എന്നുള്ളത്. ഇതും ഒരു റീഡിങ്ങിന്റെ ഭാഗമാണ്. ക്രിയേറ്റീവ് റൈറ്റിങ്ങുകളിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് അവരുടെ പ്രൊഡക്റ്റിൻ്റെ, അവരുടെ അഡ്വർടൈസ്മെന്റ് അവർ ആളുകളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നു. വളരെ വളരെ ബ്രില്യൻ്റ് ആയ തരത്തിലാണ് അവരുടെ റൈറ്റിംഗ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ തന്നെ നമുക്ക് കാണാം, കുറച്ചു കാലം മുന്നേ ഉണ്ടായിരുന്നു ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിന്റെ ഭാഗമായിട്ട് മഞ്ഞയെല്ലാം മൗസിയല്ല.
ആദ്യമായി ഔൽ മിൽക്കിന്റെ ഒരു ഔട്ട്ലെറ്റ് ഇടുന്നു, അതിൽ വിജയിച്ച് അവിൽ മിൽക്ക് ധാരാളമായ ആളുകളിലേക്ക് എത്തി അവരുടെ പ്രൊഡക്റ്റ് എല്ലാവരും സ്വീകരിച്ചപ്പോൾ കോപ്പിയായി അതേ മഞ്ഞ പെയിന്റിൽ ബാക്കിയുള്ളവരെല്ലാം ആ ഒരു മഞ്ഞ പെയിന്റ് സ്വീകരിച്ചപ്പോൾ അതിനൊരു മറുപടിയായി അവർ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ ടൂളാക്കി എന്നുള്ളതാണ്. മഞ്ഞയെല്ലാം മൗസിയല്ല. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു റൈറ്റിങ് എത്രത്തോളം ഇതുകൊണ്ട് നമ്മുടെ വായന അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള പോസ്റ്റർ, ഫ്ലക്സുകൾ, അഡ്വർടൈസ്മെന്റുകൾ ഇത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഫക്റ്റീവായി വായിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വായന കൊണ്ട് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു എഫക്റ്റീവായ വായന കൊണ്ടുവരാൻ സാധിക്കുമോ? ഇത്രേ ഉള്ളൂ ചോദ്യം. ഒരാള് ഇങ്ങനത്തെ പരസ്യത്തിലേക്ക് വായിക്കുകയാണോ വേണ്ടത്, അതോ ഇത് വെറുതെയാണ്, ഇതുകൊണ്ടൊരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ്? ഒരിക്കലും ഉപകാരമില്ല എന്ന് പറയരുത്. ഏകദേശം ഒരു 70% ആൾക്കാരും വാഹനം ഓടിക്കുന്നവരും പുറത്തു പോകുന്നവരുമാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് പോയാൽ ഫ്ലക്സ് കാണുകയാണെങ്കിലും ജസ്റ്റ് അഡ്വർടൈസ്മെന്റ് കാണുകയാണെങ്കിലും നമ്മൾ വായിക്കും. ഇല്ലാന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു മഞ്ഞയല്ല മൗസിയല്ല, അതിന്റെ നേരെ അപ്പുറത്ത് ഓറഞ്ച് ഫോണ്ടിൽ വേറെ ഒന്നുണ്ടായിരുന്നു, ഈ ബുദ്ധിമുട്ടിന് ശേഷം ഒരു സുഖം വരാനുണ്ട് എന്ന്. ഓലെ ഉദ്ദേശം എത്ര ഉള്ളൂ, അപ്പുറത്ത് ഷവായി, അൽഫാം, മന്തി, അങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന്. അതിലെന്താ പോലെ തിരക്കണേ, വായിക്കുന്നതിലൂടെ, അതായത് ക്രിയേറ്റീവ് കണ്ടന്റ് മേക്കിംഗ് ചെയ്യുന്നതിലൂടെ, അതായത് അത്രയും നല്ല വേർഡ്സുകൾ പരസ്യം ചെയ്യുന്നതിലൂടെ നമ്മൾ സ്ഥിരം വായിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്നാമത് പേരെന്ന് വെച്ചാൽ സ്പീഡ്, നമ്മൾ റീഡിങ്ങിന്റെ സ്പീഡ് കൂടും. ഇപ്പം നമ്മൾ ജസ്റ്റ് ബൈക്ക് പാസ് ചെയ്യുന്ന ഇടയിലാണ് വായിക്കുക. അപ്പോൾ അത്രയും പെട്ടെന്ന് നമ്മൾ കളക്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ റീഡിങ് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മെൻറ്റാലിറ്റിക്ക് ഒരു വേർഡ് കണ്ടാൽ പെട്ടെന്ന് പിന്നെ നമ്മൾ ആ ബൈക്കുമ്പോൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടേക്കാരം ചിന്തിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ജസ്റ്റ് ഒരു വേർഡ് കണ്ടാൽ നമ്മൾ അതിന് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കും, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്താ ചോദിച്ചാൽ, ഇപ്പോൾ ഒരു പരിസ്ഥിതിൻ്റെ പോസ്റ്റർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ലിറ്റററി, അതായത് നമ്മളിപ്പോൾ നടത്തുന്ന പോസ്റ്ററുകൾ ആവട്ടെ, പലതിൽ നിന്നും ഈ അഡ്വർടൈസ്മെന്റ്, ഇപ്പം നമ്മൾ കേരളത്തിൽ ഇന്ത്യ വെച്ച് നോക്കാം, നമുക്ക് ഇന്ത്യ ടോട്ടൽ നോക്കാം. ഏകദേശം ഇന്ത്യയിൽ 85 ദശലക്ഷം കോടിയാണ് ഒരു വർഷം അഡ്വർടൈസ്മെന്റിനായിട്ട്, കണ്ടന്റ് ക്രിയേഷനിലായിട്ട് ഇന്ത്യയിൽ ചെലവായിക്കണത്. അത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 85 ലക്ഷത്തിലേറെയാണ് കണക്കുകൾ പുറത്തുവിടുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ഇത് വായിക്കാൻ ആൾക്കാരുണ്ട് എന്നും അതിലൂടെ ആൾക്കാർക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ ഒരു മടിയനായ ഒരാൾ ഇപ്പോൾ ഒരു ബൈക്ക് എടുത്ത് പുറത്തിറങ്ങിയാൽ ആളിപ്പോൾ ഫ്ലെക്സ് കാണുകയാണ്, എന്തെങ്കിലും കാണുകയാണ്, വായിക്കാതെ പോകില്ല, ഒരിക്കലും ഇല്ല. എന്തായാലും ജസ്റ്റ് ആയിക്ക് നോക്കും. ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും കണ്ടമാനുണ്ട്. ഇത് ഒരിക്കലും ഒരു പാസ് ചെയ്യണ നേരത്തെ രണ്ട് സൈഡിലും ഉണ്ടാവും, നോക്കായില്ല, എന്തായാലും നോക്കും, വായിക്കുന്നതിലൂടെ ഓൻ കയ്യിൽ എന്താ പറയണത്, സ്പീഡ് റീഡിങ്, ഓൻ്റെ കൂടുതൽ ചിന്ത, അതൊക്കെ ഓനക്ക് ലഭിക്കും. ഇതിലൂടെ വായന കൂടുക ചെയ്യുന്നുള്ളൂ, ഒരിക്കലും കുറയുന്നില്ല എന്നാണ് എനിക്ക് സമർത്ഥിക്കാനുള്ളത് ഇവിടെ. അതുകൊണ്ട് സമൂഹത്തിൽ ഒരു തരത്തിൽ ഇതൊരു തിന്മയായി മാറാൻ സാധ്യതയില്ലേ? ഉദാഹരണത്തിന് വാഹനം ഓടിക്കുമ്പോൾ ഇത് വായിക്കുന്നത്, അതുപോലെ ഇപ്പോൾ അൾട്രേഷൻ എന്തുകൊണ്ട്, പരസ്യങ്ങൾ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് സർക്കാർ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥാപനങ്ങൾ മറുപടിയായി പറഞ്ഞത്, ആളുകളുടെ ശ്രദ്ധ തിരിയുമ്പോൾ അപകടം കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഇതിൽ നിന്നും ഉണ്ടാകാൻ ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാവുമല്ലോ. പക്ഷെ അൾട്രേഷൻ അല്ല ഫ്ലെക്സ് ബോർഡുകൾ എന്ന് എന്താ വെച്ചാൽ, അൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബൈക്കും വന്ന് ഒരു സൈലൻസർ കയറ്റി സൗണ്ട് ഉണ്ടാക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ എടുത്തു കൂടെ ഒരു സൈലൻസർ കയറ്റി കാറ് പോകണുണ്ട്, നമ്മൾ ആ കാറ് പോണവർ ആ തല സൗണ്ട് കേൾക്കണവരെങ്ങനെ നോക്കിക്കും, ആ കാർ ഏതാ, BMW, നല്ല മോഡൽ, അങ്ങനെ നോക്കിക്കും. പക്ഷെ അതേപോലെ നമ്മളൊരു ഫ്ലെക്സ് കണ്ട് ഈ ബുദ്ധിമുട്ടിച്ച പ്രയാസം ഇങ്ങനെ നോക്കി പോകില്ല. അതാണ് വ്യത്യാസം. അതിലുള്ള എഴുത്ത് വായിക്കൂല എന്നാണ് പറയുന്നത്. വായിക്കൂല എന്നൊരിക്കലും ഇല്ല. അത് ഞാൻ ആദ്യം പറഞ്ഞത് സ്പീഡ് റീഡിങ് മെന്റാലിറ്റി നമുക്ക് വർദ്ധിക്കുന്നതാണ് അതിന് ആദ്യം ഞാൻ പറഞ്ഞത്. ക്രാഷ് ഉണ്ടായതിനേക്കാടി മോഡിഫിക്കേഷൻ കൊണ്ട് ക്രാഷ് ഉണ്ടായതിന് വേണം തെളിവ് തരാം. ഇങ്ങനെ അപകടം ഉണ്ടായ നിങ്ങൾക്ക് ഒരു തെളിവ് സമർത്ഥിച്ചാൽ, മോഡിഫിക്കേഷൻ ഉണ്ടായിട്ട് അപകടം ഉണ്ടാക്കിയാൽ 100 തെളിവ് വെച്ചതാ പറ്റുമോ? ഓക്കെ. അപ്പോ ഈ ഒരു റൈറ്റിംഗ് കൊണ്ട് പൂർണ്ണമായും സമൂഹത്തിന് നന്മയേ ഉള്ളൂ എന്നുള്ളതാണോ? ഒരു നിലക്ക് നോക്കുമ്പോൾ നന്മനെ നമുക്ക് കാണാൻ കഴിയും. മറു നില എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ആണ്, അങ്ങനെയുള്ള നോക്കാം, അങ്ങോട്ട് നമുക്ക് ചിന്തിക്കണ്ട. മറ്റൊരു നില നോക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായി നന്മയില്ല ഉണ്ടാവണത്. കാരണം റീഡിങ് നമ്മളെ പദസമ്പത്ത് കൂട്ടുന്നു. നമുക്ക് തന്നെ പിന്നെ ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ കുറഞ്ഞ വേർഡിൽ കൂടുതൽ ആശയം നമുക്ക് തന്നെ പറയാൻ സാധിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഉപകാരമായിട്ട് തന്നെ നമ്മൾ എടുക്കാൻ കഴിയുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണ്,
വളരെ വലിയ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കണ്ണ് എന്ന് പറയുന്നത്. ഈ കണ്ണിനെ ബാധിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ വായനയിലുണ്ട്. അത് ബുക്ക് റീഡിംഗ് ആണെങ്കിൽ പോലും വെളിച്ചമില്ലാത്ത ഭാഗത്ത് നിന്ന് വായിക്കുന്നത് കണ്ണിന് കേടാണ്, കണ്ണിന് ദോഷം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഡിജിറ്റൽ ലോകത്തേക്ക് വരുമ്പോൾ അത് അധികമാണ്. ഈ ഡിജിറ്റൽ ലോകത്തിലെ ഈ ഒരു ആരോഗ്യപരമായ പ്രശ്നം ധാരാളമായി വരില്ലേ മുസ്തഫ? ഒരു കാര്യമാകുമ്പോൾ നമുക്കതിൽ എത്രത്തോളം ഉപകാരമാണെങ്കിലും ഇപ്പോൾ ഒരു 99.99% ഉപകാരമാണെങ്കിലും അതിൽ ഒരു നെഗറ്റീവ് വശം അല്ലെങ്കിൽ നമുക്കൊരു ഉപകാരമില്ലാത്ത ഒരു വശം ഉണ്ടാകും. എന്നാലും ആ ഒരു വശത്തെ നമുക്ക് മാറ്റി നിർത്തി അല്ലെങ്കിൽ അതിനെ ഒരു പരിഹരിച്ച് നമുക്ക് ആ ഒരു വിഷയത്തെ മുന്നോട്ട് പോവാം. കാരണം ഈ ബുക്സ് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കാൻ സാധിക്കുക? നമ്മൾ ഈ ബുക്സ് വായിക്കുമ്പോൾ മൊബൈൽ ഫോൺ ആകട്ടെ, ലാപ്ടോപ്പുകളാകട്ടെ, മറ്റു ഡിവൈസുകളാകട്ടെ, അതിലെല്ലാം ഈ ബുക്സ് വായിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. മറ്റു ആ ഒരു സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ടോട്ടലി പ്രശ്നങ്ങളാണ്. അതിനുള്ള പരിഹാരങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ നമ്മൾ ബ്രൈറ്റ്നെസ് കുറക്കുക, അതേമാതിരി പലതരത്തിലുള്ള കുറച്ച് അകലം പാലിച്ച് വെക്കുക, അതുപോലത്തെ പലതരത്തിലുള്ള ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമുക്കുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലുതായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് പരമാവധി നമ്മൾ ബ്രൈറ്റ്നെസ്സുകളൊക്കെ കുറച്ച് വെക്കുക. പലരും നമ്മളിപ്പോൾ ഈ വെയിലത്ത് പോകുമ്പോഴൊക്കെ പരമാവധി കൂട്ടിയിട്ടിട്ടുണ്ടാവും. അതെല്ലാം കുറച്ച് പരമാവധി നമ്മുടെ കണ്ണിന് അനുയോജ്യമായ രീതിയിൽ ഐ കംഫോർട്ട് പോലത്തെ ഓപ്ഷനുകളൊക്കെ ഓണാക്കിക്കാണ്ട് നമുക്ക് ഈ ബുക്സുകൾ വായിക്കാം. മാത്രമല്ല ഈ ഫോണുകളിലും ഡിവൈസുകളിലൊക്കെ വരുന്ന ഒരു ഓപ്ഷനാണ് ഈ ഇങ്ക് പറഞ്ഞിട്ട്. നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതേമാതിരി ഈ ബുക്കുകൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റം നമ്മൾ ഓണാക്കിയിട്ടാണെങ്കിൽ അതിൽ നമ്മൾ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കണ്ണിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ലഭിക്കൂല. നമ്മൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഇങ്ക്. അതൊക്കെ നമുക്ക് ഈ വായനയെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും ഇതിനെ എതിർത്ത് കളയാതെ നമുക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ നമുക്ക് വായനയെ ഈ ബുക്ക് തന്നെ കിട്ടും. മാത്രമല്ല നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കണ പോലെ തന്നെ ഈ ബുക്കുകൾ വായിക്കുമ്പോഴും തുടർച്ചയായി വായിക്കാതെ ഒരു ഇടവേളകൾ വെച്ച് വായിക്കുമ്പോഴൊന്നും നമുക്ക് ഈ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടണില്ല. പരിഹാരങ്ങൾ വിശാലമാണ്, തേടി പോകണമെന്നുള്ളൂ. എഫക്റ്റീവ്നെസ് കുറവാണെങ്കിലും ആക്സസിബിലിറ്റി വളരെ സുഖകരമാണ് ഈ റീഡിങ്ങിൽ. അതിൽ പ്രൈസ് കുറവാണ്. ഒരു ഫിംഗറിൽ നിന്ന് തന്നെ നമുക്ക് ഓരോ പുസ്തകങ്ങളും നമുക്ക് വേണ്ട പുസ്തകങ്ങളെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ പലതരത്തിലുമുള്ള ഗുണങ്ങൾ ഈ റീഡിങ്ങിനുണ്ട്. അപ്പോൾ ഈ റീഡിങ്ങിനിടയിൽ ഈ റീഡിങ്ങിനെ എങ്ങനെയാണ് നമ്മൾ അതിൽ ധാരാളമായിട്ടുള്ള നന്മകളുണ്ട്. ഇപ്പോൾ ആക്സസിബിലിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ ഈ ഒരു നന്മകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും ഈ ഒരു ലോകത്തെ മുഴുവനായും ഒരു ഈ റീഡിങ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ, അങ്ങനെ ആ ഒരു ഈ റീഡിങ്ങിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ദോഷങ്ങൾ തന്നെ അധികം ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞു അതിലുള്ള മെയിൻ കാരണം ചെലവ് കുറയാന്നുള്ളതാണ്. ഈ ചെലവ് കുറയുന്നതിലൂടെ നമുക്ക് കിട്ടണ എന്താണ്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഇങ്കോ എന്തൊക്കെ പറഞ്ഞു. പക്ഷെ എന്തൊക്കെ വന്നാലും ഒരു പുസ്തകത്തിൽ വായിക്കുന്നതിനേക്കാളും അതിലെ ഇരട്ടിയിൽ അധികം എന്ത് വരും? തകരാറ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്ത് കണ്ണാണ്. പക്ഷെ കണ്ണല്ല ഇതിൻ്റെ മെയിൻ. ഈ വായിക്കുമ്പോൾ പറഞ്ഞാൽ ഈ റീഡിങ്ങിൽ വായിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് തലച്ചോറിനെയാണ് ബാധിക്കുക. കാരണം നമുക്ക് പെട്ടെന്നുള്ളതേക്കാരം ഓരോന്നും ഞാൻ പറഞ്ഞല്ലോ ലോങ് ടൈം ഇതൊന്നും ഉണ്ടാവില്ല, അതായത് മെമ്മറൈസബിൾ ഒന്നുമില്ല, അത് നമുക്ക് ഇതാവില്ല, നമ്മളെ തലച്ചോറിൽ നിൽക്കില്ല. നമ്മളെ തലച്ചോറിൻ്റെ ശേഷിയെ കുറക്കാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും നമുക്ക് പൂർണ്ണമായും ഈ ഒരു ഇ റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വാങ്ങാം. അപ്പോൾ അത് നഷ്ടക്കച്ചവടമാണല്ലോ. ഓക്കെ, ആ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇ റീഡിങ് എന്നുള്ളത് നമുക്ക് കൂടുതൽ ഉപയോഗവും, അദ്ദേഹം പറഞ്ഞു ഒരു ലാഭത്തിന് വേണ്ടി കൂടുതൽ തകർച്ചകൾ നേരിടണോ എന്നുള്ളത്. പക്ഷെ ഒരിക്കലും നമുക്ക് കൂടുതൽ തകർച്ചകൾ നേരിടുന്നില്ല. കാരണം നാം ഈ ബുക്കുകൾ വായിക്കുന്നതിലൂടെ
അതേപോലെ തലച്ചോറിനാണ് കൂടുതൽ ബാധിക്കുന്നത്. നമുക്ക് ഈ റീഡിങ്ങിലൂടെ മാത്രമല്ല മറ്റു ഉപയോഗങ്ങളിലൂടെയും ഈ സിസ്റ്റംസ് ഉപയോഗിക്കലിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഈ സിസ്റ്റംസ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ള വായന തന്നെ ഒഴിവാക്കുക, അതല്ല അതിന്റെ കൂടുതലായും മറ്റു ഉപയോഗപ്പെടുന്ന ഒരു രീതിയിൽ സിസ്റ്റംസ് ഉപയോഗിച്ചൂടെ? അതിൽ പ്രധാനമായും ഈ ബുക്കുകൾ വായിക്കുന്നതാക്കാം. കൂടുതലായി ഉപയോഗപ്പെടുത്താന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞത് ഈ സിസ്റ്റം ഉപയോഗിച്ചാൽ തന്നെ കണ്ണിന് കേടാണെന്നാണ്. അപ്പൊ പിന്നെ അതന്നെ ഒഴിവായിക്കൂടെ? കണ്ണിന് തലച്ചോറിന് കേടാണെങ്കിൽ അല്ല, നമുക്ക് ഈ ഒരു സിസ്റ്റത്തെ എന്തായാലും ഈ ലോകത്ത് നിന്ന് ഇപ്പോഴത്തെ കാലത്തുള്ളത് ടെക്നോളജിക്കൽ വേൾഡിൽ നിന്ന് ഇത് ഒരിക്കലും ഒഴിവാക്കാന്നുള്ളത് നമുക്കൊരു പരിഹാരമായ മാർഗമല്ല. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഈ ബുക്ക് ഉപയോഗപ്രദമായ വലിയ രീതിയിലുള്ള ദോഷം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പോലും ദോഷമില്ലാത്ത രീതിയിൽ ഈ ബുക്കിനെ പ്രൊമോട്ട് ചെയ്ത് അതിനെ വായിക്കാന്നുള്ളത് നമുക്ക് പരിഹാരമുള്ളൂ. രൂപത്തിൽ പോലും ദോഷമില്ലാത്ത ഈ റീഡിംഗ് എന്നുള്ള സംഭവം നടക്കണില്ല. ഓക്കെ, അപ്പോ ഏകദേശം നമ്മുടെ ഈ ഒരു ചർച്ച അതിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെയെല്ലാം സ്പർശിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പുസ്തകമില്ലാത്ത ഒരു മുറി ആത്മാവില്ലാത്ത ശരീരത്തെ പോലെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്.